ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് കാശ്മീരിൽ. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി എന്തെങ്കിലും പർച്ചേസിങ് ചെയ്യണമെന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഐറ്റത്തിൻ്റെ പേര് വാൽനട്ട് ഫുഡ്. ഗൂഗിൾ ഡീറ്റെയിൽസിങ് പ്രകാരം ഇതൊരു കാശ്മീരി സ്വീറ്റ് ആണെന്ന് പറയുന്നത്. എന്നാൽ കാശ്മീരിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. കാശ്മീരിലെ ലോക്കലായിട്ടുള്ള എൻ്റെ ഡ്രൈവറും കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. സോ ഞങ്ങൾ ആ ഗൂഗിൾ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് കാശ്മീരിലെ ഈ സ്ഥലത്ത് ചെന്നു വാൽനട്ട് ഫുഡ്സ് മേടിക്കാൻ വേണ്ടി. ഈ ഒരൊറ്റ ഷോപ്പിൽ മാത്രമേ വാൽനട്ട് ഫുഡ്സ് ഉള്ളൂ. മിഷലിൻ റെസ്റ്റോറൻറ്റ് വാൽനട്ട് ഫുഡ്സിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് പോലും ഇവർ കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് അവരുടെ വാദം. അങ്ങനെ അധികം താമസിക്കാതെ നമ്മൾ വാൽനട്ട് ഫുഡ്സിലേക്ക് കിടന്നു. ഈ കാണുന്ന ഐറ്റമാണ് വാൽനട്ട് ഫുഡ്സ് എന്ന് പറയുന്ന ഐറ്റം. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുവാണെങ്കിൽ അവർ തൂക്കിയതിന് ശേഷം മാത്രമേ, അളന്ന് തൂക്കി വളരെ ഒരു ചെറിയ പീസ് മാത്രമേ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരൂ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഓവർ മധുരമില്ല. വാൽനട്ട്, ഹണി, ബദാം, അതേപോലെ ഡേറ്റ്സ് എന്നിവയെല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു സീക്രട്ട് റെസിപ്പിയാണ് ഈ വാൽനട്ട് ഫുഡ്ജിന്. പിന്നെ ഞാൻ ബേസിക്കലി ഒരു സ്വീറ്റ് ലവർ അല്ലാത്തത് കൊണ്ട്, വളരെ സ്വീറ്റ് കുറഞ്ഞതുകൊണ്ട് എനിക്ക് ഐറ്റം വളരെ സ്വീറ്റ് കുറഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് ഞാനത് 2 ബോക്സ് 2 kg വാങ്ങി. 1500 രൂപ പെർ kg ആണ് അതിൻ്റെ വില. ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഈ ഷോപ്പിൽ. വളരെ വെറൈറ്റി ആയിട്ടുള്ള പൈസ്, ബർഗേഴ്സ്, ഡ്രൈ ഫ്രൂട്ട്, മാക്രോൺസ് എന്ന് വേണ്ട ഒത്തിരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.